ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ക്ലോസ് ടു യു ഡ്രാമ വേൾഡ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന വി മീൻ കുക്കിന്റെ പെനി എഫിന്റെ നെക്സ്റ്റ് പാർട്ടാണ്. കഴിഞ്ഞ പാർട്ടിൽ നമ്മുടെ വി ആണെങ്കിൽ വന്ന് ഹോസ്റ്റൽ റൂം ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ജിമിനും ജെക്കെ ഹക്ക് ചെയ്ത് കിടന്നുറങ്ങുന്നത് ഇത് കണ്ടിട്ട് ഭയങ്കര ഷോക്കായിട്ട് നിൽക്കുന്നിടത്ത് വെച്ചാണ് നിർത്തിയത്. ബാക്കി എന്താണെന്ന് പോയി നോക്കിയാലോ. പാർട്ടിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ജിന്നിനെയാണ്. തയാങ്കിനെ ബീച്ചിലാക്കിയിട്ട് ജിന്റെ പോകുന്ന ബാറിലോട്ടാണ്. കുറെ നേരമൊക്കെ ഇരുന്ന് കള്ളൊക്കെ കുടിച്ചിട്ട് പെട്ടെന്ന് തന്നെ ടെൻഷൻ അടിച്ച് ബാറിന് പുറത്തിറങ്ങിയിട്ട് നേരെ ഫോൺ എടുത്തിട്ട് തയാങ്കിനെ വിളിച്ചിട്ടും തയാങ്ക് ഫോൺ എടുക്കത്തില്ല. 2-3 വട്ടം വിളിച്ചിട്ടും തയാങ്ക് ഫോൺ എടുക്കാതാകുമ്പോഴേക്കും ജിന്നിനാണ് ഭയങ്കര ടെൻഷനാണ്. തയാങ്ക ഫോൺ എടുക്ക്. ഈ തയാങ്ക് ഇതെന്താ ഫോൺ എടുക്കാത്തത്? ഇവൻ എന്തോ എന്നോട് പറഞ്ഞത്? ഫസ്റ്റ് ഇറങ്ങി തന്നെ കോൾ എടുക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എത്ര കോളായി, ഇവൻ എന്താ ഫോൺ എടുക്കാത്തത്? ഇനി വല്ല ഷോക്കോ അടിച്ച് ബീച്ചിൽ തന്നെ ഇരിക്കുവാണോ? ഇത്രയും ടൈമായിട്ട് ഇവൻ പോയില്ലേ? സമയം 7 മണിയായല്ലോ. ഇവനെന്താ ഇതുവരെ വിളിച്ചില്ലല്ലോ? ഹോസ്റ്റലിൽ പോയി ഡ്രസ്സ് എടുത്തിട്ട് വിളിക്കാന്നല്ലേ പറഞ്ഞത്, ഇതുവരെ എന്താ വിളിക്കാത്തത് പറഞ്ഞിട്ട് നമ്മുടെ ജിന്നാണെങ്കിൽ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ട് തയാങ്കിനെ കിടന്ന് വിളിച്ചോണ്ടിരിക്കുകയാണ്. തയാങ്ക് ഫോൺ എടുക്കാത്ത അനുസരിച്ച് ജിന്നിന് ഭയങ്കര ടെൻഷനാണ്. തയാങ്ക് എടുക്കെന്ന് പറഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് കോൾ ചെയ്തോണ്ടേ ഇരിക്കുകയാണ്. ഇനി ഇവൻ ബീച്ചിൽ തന്നെ ഇരിക്കുമായിരിക്കും ഇത്ര നേരമായിട്ടും. പോയി നോക്കിയാലോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ടെൻഷനായിട്ട് കാർ എടുത്ത് നേരെ ബീച്ചിലോട്ട് പോകുന്ന വഴി എല്ലാം ഡ്രൈവ് ചെയ്യുന്നതിനോടൊപ്പം തയാങ്കിന് കോൾ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുകയാണ്. തയാങ്കാണെങ്കിൽ ഹോസ്റ്റൽ റൂമിൽ ജിമിനും ജെക്കയും കൂടെ ചെയ്യുന്നത് കണ്ട് ഷോക്കായിട്ട് നിൽക്കുകയാണ്. കോള് വരുന്നത് പോലും അറിയുന്നില്ല. താങ്ക് ഭയങ്കര ഷോക്കായിട്ട് ജെക്കേനെ തന്നെ ഒരുമാതിരി സങ്കടമായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവനറിയാതെ തന്നെ അവന്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നോണ്ടേ ഇരിക്കുകയാണ്. ജങ്കുക്ക എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞോണ്ട് ഓട്ടമാണ് വരാതെ കൂടെ. പോകുന്ന വഴിയെല്ലാം അവന്റെ നെഞ്ചിനാണെങ്കിൽ ഭയങ്കര വേദന. ഓടി പോകുമ്പോഴെല്ലാം മനസ്സിൽ ജെക്കെ ആയിട്ടുള്ള പഴയ ഓർമ്മകളാണ്. ഒന്നിച്ച് ഫുഡ് കഴിച്ച് ഒന്നിച്ച് കിടന്നത്, കള്ളുകുടിച്ച് വഴക്കുണ്ടാക്കിയത്, കിസ് ചെയ്തത്, അവര് തമ്മിലുള്ള കുഞ്ഞു കുഞ്ഞു ഓർമ്മകളെല്ലാം ഓർത്ത് ഇങ്ങനെ കരഞ്ഞു പോവാണ്. ജങ്കുക്ക നീനെ എനിക്ക് ഒരിക്കലും സ്വന്തമായില്ല അല്ല ജങ്കുക്ക. ഇപ്പൊ കൂടെ നിന്നോട് ഇഷ്ടമാണെന്ന് പറയാന്ന് വെച്ചിട്ടാ ഞാൻ വന്നത്. ജങ്കുക്ക, നീ എന്റെ അല്ല ജിമിന്റെ ആണ് സ്വന്തം നോക്കുമ്പോ എനിക്ക് മനസ്സിലാവും നിനക്ക് എന്നോട് ഇഷ്ടമില്ല. പക്ഷെ എന്റെ ഈ മനസ്സ് അതിനെ സമ്മതിക്കുന്നില്ല ജങ്കുക്ക. നിന്നെ മാത്രമാണ് ഞാൻ സ്നേഹിക്കുന്നത്. ആരും അറിയാതെ എനിക്കുണ്ടായി ഈ ഫീലിങ്സ്. ആരും അറിയാതെ തന്നെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട് ജെക്കിനെ കുറിച്ച് തന്നെ ഓർത്തോണ്ട് ഇങ്ങനെ ഓടി സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങുവാണ്. കരഞ്ഞോണ്ട് സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോഴേക്കും നേരെ എന്നൊരു പേഴ്സൺ ഇടിക്കും. യോങ്കി, തയാങ്ക് എന്തു പറ്റിയിടാ നിനക്ക്? നീ എന്തിനാ കരയുന്നേ? അത് പിന്നെ യോങ്കി റൂമിൽ എന്താ ജെക്കേട്ടോ വഴക്കിട്ടോ? എന്ത് പറ്റിയടാ? നീ അവിടെ നിൽക്ക് എന്ന് പറഞ്ഞിട്ട് തയാങ്കിന്റെ കൈ കയറി യോങ്കി ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുക. എന്ത് പറ്റിയടാ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തിനാ നീ ഇങ്ങനെ കരയുന്ന? നിന്റെ മുഖമൊക്കെ ഇത് എന്താ? നിനക്കിത് എന്ത് പറ്റി? 2-3 ദിവസമായല്ലോ ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് തയാങ്ക് കണ്ണൊക്കെ തുടച്ചിട്ട് ഇല്ല ഒന്നുമില്ല യോങ്കി, ഒന്നുമില്ല, ഞാൻ പോവുകയാണെന്നാ. എവിടോട്ട്? എന്താടാ പ്രശ്നം? എന്താന്ന് പറഞ്ഞിട്ട് തയാങ്കിന്റെ കവളിങ്ങനെ പിടിച്ചിട്ട് പറയും, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തെങ്കിലും സങ്കടം ഉണ്ടോ? നിനക്ക് ഉണ്ടെങ്കിൽ നീ പറയടാ. നിനക്ക് ഞങ്ങളൊക്കെ ഇല്ലേ? ഞാനുണ്ട്, ചേക്കയുണ്ട്. എന്താ നിനക്ക് പ്രശ്നം? എന്തിനാ നീ ഇപ്പൊ കരഞ്ഞോണ്ട് ഇങ്ങോട്ട് ഓടി വന്നത്? ഒന്നുമില്ല യോങ്കി, ഒന്നുമില്ല, എന്റെ അടുത്തൊന്നും ചോദിക്കില്ല യോങ്കി പ്ലീസ് എന്ന് പറഞ്ഞിട്ട് തയാങ്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോക്കാൻ വേണ്ടി ഓടാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. യോങ്കി ആണെങ്കിൽ പിടിച്ചു നിർത്തിയിട്ട് പറ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ജെക്കായിട്ട് വഴക്കിട്ടോ? അവനെന്തെങ്കിലും പറഞ്ഞോ? അതോ പ്രൊഫസറുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതൊന്നും ഇല്ല യോങ്കി, എന്നെ വീട്, എനിക്ക് വീട്ടിൽ പോണം. വീട്ടിലാ? എന്തിന്? യോങ്കി പ്ലീസ് യോങ്കി, എന്റെ അടുത്ത് ഒന്നും ചോദിക്കല്ല യോങ്കി പ്ലീസ്, എന്നെ വീട് യോങ്കി. എടാ നീ പറയടാ, ഞങ്ങളൊക്കെ ഇല്ലേ നിനക്ക് എന്താ പ്രശ്നം? പ്രൊഫസറായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പറ. നീ എന്താ റൂമിലെന്ന് പറഞ്ഞത്? റൂമിലൊന്നുമില്ല, ഞാൻ പോകുവാണ് എന്ന് പറഞ്ഞിട്ട് തയാങ്കാണ് കൈ തട്ടി മാറ്റിട്ട് കരഞ്ഞോണ്ട് ഒറ്റോട്ടാണ്. തയാങ്ക് നിക്കടാ ഡാ. ഇവനിതെന്ത് പറ്റി? കുറെ ദിവസമായല്ലോ ഭയങ്കര വിയേഡായിട്ട് പെരുമാറുന്നു. ഇനി ജെക്കെ എന്തെങ്കിലും പറഞ്ഞോ ഇവനോട്? വഴക്കിട്ട? പ്രൊഫസറെ കാര്യമെല്ലാം ചോദിച്ചു ഇനി എന്തെങ്കിലും പറഞ്ഞോ? ഈ ജെക്കനെ ഞാൻ ശരിയാക്കുമെന്ന് പറഞ്ഞിട്ട് യോങ്കി ഭയങ്കര കലിപ്പായിട്ട് സ്റ്റെപ്പ് കയറി നേരെ റൂമിൽ വരുമ്പോഴേക്കും റൂം തുറന്നു നടക്കുവാണ്. നമ്മുടെ ജെക്കയും ജിമിനും ഒന്നും അറിയാതെ സുഖമായിട്ട് ഉറങ്ങാണ്. ജെക്കയും ജിമിനും ഉറങ്ങുവാണല്ലോ. പിന്നെ ഇവനെന്തോ റൂമില് എന്ന് പറഞ്ഞത്? ജെക്കനെ വിളിച്ചു ചോദിക്കാം. ജെക്കെ
ജെക്കെ ജെക്കെ എഴുന്നേറ്റെ ജെക്കെ. യൂങ്കി. ജെക്കെ ജെക്കെ എഴുന്നേക്കാൻ. ജെക്കെ എന്താടാ മയിരെ ഉറക്കത്തില്ലേ? ജെക്കെ എഴുന്നേക്കാൻ. തയാങ്ക് വന്നായിരുന്നു റൂമില്. അതിനിപ്പം അവൻ വന്നെന്താ? ഇത് അവന്റെ റൂമല്ലേ? ഓഹ് എന്റെ പൊന്നെ, നീ ഒന്ന് എഴുന്നേക്ക്, ഒരു അത്യാവശ്യ കാര്യമുണ്ട്, എഴുന്നേക്കടാ. ഓഹ് ഇവന്റെ കാര്യം എന്താടാ? എടാ തയാങ്കിനെ ഞാനിപ്പോ താഴെ വെച്ച് കണ്ടായിരുന്നു. അവൻ ഭയങ്കരമായിട്ട് കരഞ്ഞ്, അവന്റെ മുഖമൊക്കെ ഒന്ന് കാണണം, ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട് അവൻ പോയി. ഞാൻ ചോദിച്ചാ എവിടെ പോവാന്ന് ചോദിച്ചാ അവൻ വീട്ടിൽ പോവാണെന്ന്. വീട്ടിലാ? എന്തിന്? നീ അപ്പൊ അവനെ ഒന്നും പറഞ്ഞില്ലേ? ഞാൻ അവനെ എന്ത് പറയാനാ, ഞാൻ ഉറങ്ങുമായിരുന്നു. ഇപ്പൊ നീയല്ലേ എന്നെ വിളിച്ചോണത്തിയത്. ഷൂടാ, അന്നാ പ്രൊഫസർ ആയിരിക്കും. ആ പ്രൊഫസറുമായിട്ട് എന്തോ പ്രശ്നമുണ്ട്. അവൻ ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട് അവൻ എന്തിനാ വീട്ടിൽ പോകുന്നത്? ഓ തലയ്ക്ക് ഭ്രാന്തെടുക്കുന്നല്ലോ. നീ എഴുന്നേറ്റ്, ഇപ്പൊ അവൻ ബസ് സ്റ്റോപ്പ് വരെ ആയി കാണത്തുള്ളൂ. നമുക്ക് പോയി നോക്കാം, എന്നിട്ട് അവനെ വിളിച്ചിട്ട് വരാം. വാ, നീ എഴുന്നേക്ക്. ശരി വാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജെക്കെയും യൂങ്കിയും കൂടെ റെഡി ആയിട്ട് താഴെ വന്ന് ബൈക്ക് എടുത്തോണ്ട് ബസ് സ്റ്റോപ്പിൽ ചെല്ലുമ്പോഴേക്കും അവിടെ ഒന്നും തയാങ്ങില്ല. കുറച്ച് ഹോസ്റ്റലിലുള്ള ജൂനിയർ പിള്ളേരൊക്കെ നിൽപ്പുണ്ട്. യൂങ്കി, അത് നമ്മുടെ ഹോസ്റ്റലിലുള്ള പിള്ളേരല്ലേ? അതെ എന്നാ അവന്മാരോട് ചോദിച്ചു നോക്കാം. ദാ ഇങ്ങോന്ന്. നിന്നെ തന്നെ. എവിടെ വാ. എന്താ ജെക്കെ സീനിയർ? താങ്കിനെ കണ്ടായിരുന്നോ? കണ്ടായിരുന്നല്ലോ. എപ്പോ? ഇപ്പൊ കണ്ട്. അവനോടോട്ട് പോയി. അത് സീനിയർ വന്ന് ടാക്സി വിളിച്ചു പോകുന്നുണ്ട്. ഓ ടാക്സിയാ? പൊക്കോ കിടന്ന് കറങ്ങാതെ ഹോസ്റ്റലിൽ കയറാൻ നോക്ക്. ശരി സീനിയർ. അവൻ ടാക്സി വിളിച്ചു പോയെങ്കിൽ വീട്ടിൽ പോയതായിരിക്കും. എന്ത് ചെയ്യാനായെങ്കിൽ? അതാണ് എനിക്കറിയാത്ത. ഭയങ്കര സങ്കടമായിട്ട് ഞാൻ വീട്ടിൽ പോവാണെന്ന് പറയുന്നത്. നമുക്ക് പോയാലോ? പോവാം. എന്തായിരിക്കും എന്നാലും പ്രശ്നം? എന്താന്ന് എനിക്ക് അറിയത്തില്ലടാ. ആ പ്രൊഫസർ എന്തോ പ്രശ്നം ഒപ്പിച്ചാന്ന് തോന്നുന്നു. ഞാൻ അന്നേ പറഞ്ഞില്ലേ അയാളൊരു പണിയാവുമെന്ന്. എനിക്കും അറിയില്ല എന്താന്ന്. നമുക്ക് പോയി നോക്കാം എന്തായാലും. അത് പിന്നെ ജെക്കെ അവരുടെ അമ്മയൊക്കെ കാണത്തില്ലേ വീട്ടില്? മമ്മിയൊക്കെ കാണും. ഉണ്ടെങ്കിൽ ഇപ്പൊ എന്താ, നമുക്ക് പോയി ചോദിച്ചിട്ട് വരാം. എന്നാ ശരി, നീ വണ്ടി എടുക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജെക്കെയും യൂങ്കിയും കൂടെ നേരെ തയാങ്കിനെ കാണാൻ തയാങ്കിന്റെ വീട്ടിലോട്ട് പോവാണ്. വണ്ടിയിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴാണ് യൂങ്കിക്ക് പെട്ടെന്ന് ഒരു കാര്യം സ്ട്രൈക്ക് ആകുന്നത്. അത് പിന്നെ ജെക്കെ, ഞാനൊരു കാര്യം പറയട്ടെ. എന്താടാ? അവൻ കരഞ്ഞിട്ട് സ്റ്റെപ്പിൽ ഇറങ്ങി വന്നായിരുന്നു. ഞാനപ്പോ സ്റ്റെപ്പിലോട്ട് കയറി വരുവാ. അവൻ കരഞ്ഞ്, ഞാൻ ചോദിച്ചാൽ നീ എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചപ്പം പറഞ്ഞു റൂമില് എന്ന് പറഞ്ഞു. ഞാനപ്പോ വിചാരിച്ചെന്ന് വെച്ചാൽ നീ അവനെ എന്തെങ്കിലും പ്രൊഫസറിന്റെ കാര്യം ചോദിച്ചാലോ ചീത്തയും പറഞ്ഞിട്ട് അവൻ കരഞ്ഞു പോകായിരിക്കും. റൂമിൽ വന്നിട്ട് അവൻ എന്ത് കണ്ടിട്ട് കരഞ്ഞു പോകാനാ? അവൻ റൂമിൽ വന്നായിരുന്നോ? ഞാൻ അറിഞ്ഞ പോലും ഇല്ല. ഞാനും ജിമിനും നല്ല ഉറക്കമായിരുന്നു. ജിമിനോ? ഇനി നീയും ജിമിനും ഒന്നിച്ച് കണ്ടിട്ടാണ് അവൻ കരഞ്ഞു പോയത്? അത് നല്ല കോമഡി. അത് ശരി, ഞാനും ജീവനും ഒന്നിച്ച് കിടക്കുന്നതിന് അവൻ എന്തിനാണ് കരഞ്ഞു പോകുന്നത്? അതാണ് എനിക്കും അറിയാത്തത്. എന്താന്നറിയത്തില്ലടാ. അവൻ റൂമിലെന്ന് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു. റൂമിൽ എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോ അതൊന്നും ഇല്ല, എന്നോടൊന്നും ചോദിക്കില്ല, ഞാനൊന്നും പറയത്തില്ല എന്ന് പറഞ്ഞിട്ട് പോയി. അവനൊന്നും പറയത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ പ്രൊഫസറിന്റെ കാര്യം തന്നെ. എന്തായാലും നമുക്ക് പോയി തയാങ്ങിനോട് തന്നെ നേരിട്ട് ചോദിക്കാം. അതാ യോങ്കി ഞാൻ പറയുന്നത്. ഇതിനെല്ലാം ഇന്നൊരു തീരുമാനമാക്കണം. നമുക്ക് നേരെ പോയി തയാങ്ങിനടുത്ത് ചോദിക്കാം. അതേനെ, നീ ഏതായാലും വണ്ടി എടുക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജെക്കെയും യോങ്കിയും കൂടെ നേരെ തയാങ്ങിന്റെ വീട്ടിലോട്ട് പോവാണ്. ഇതേ സമയം ജിന്നാണെങ്കിൽ ഭയങ്കര ടെൻഷൻ അടിച്ച് കാർ ഓടിച്ച് ബീച്ച് വരും. തയാങ്കിനെ ഇരുത്തിട്ട് പോയ സ്ഥലത്ത് പോയി നോക്കുമ്പോഴേക്കും തയാങ്കിനെ അവിടെ ഒന്നും കാണുന്നില്ല. എല്ലായിടത്തും ഇരുട്ടായി. തയാങ്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ എല്ലാം നടന്ന് തയാങ്കിനെ നോക്കുകയാണ്. അവിടെ ഒന്നും കാണത്തില്ല. അവിടെ നിൽക്കുന്ന കുറച്ച് പേരോടൊക്കെ ഫോട്ടോ കാണിച്ചിട്ട് അത് പിന്നെ ഈ ചെറുക്കനെ കണ്ടായിരുന്നോ എവിടെയെങ്കിലും? ഇല്ല സാർ. ചേച്ചി ഈ ചെറുക്കനെ കണ്ടായിരുന്നോ? ഇല്ല, ഈ ഫോണിൽ കാണുന്ന ചെറുക്കനെ ഇവിടെ എവിടെയെങ്കിലും കണ്ടോ? ഇല്ല. അങ്ങനെ അവിടെ നിൽക്കുന്ന കുറേ പേരോട് ഫോട്ടോ കാണിച്ചിട്ട് ചോദിക്കും തയാങ്കിനെ കണ്ടോ എന്ന്. ആരും കാണത്തില്ല. ഇവനാണെങ്കിൽ ഭയങ്കരമായിട്ട് മനസ്സിൽ ടെൻഷനുണ്ട്. അവൻ എന്താണോട് പറഞ്ഞാൽ 2 റിങ്ങിനുള്ളിൽ കോൾ അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ അവനെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയത്. ഒറ്റയ്ക്കാക്കിയിട്ട് പോകണ്ടായിരുന്നു. എന്ത് ചെയ്യും ഇനി അവൻ ഡ്രസ് എടുക്കാനായിട്ട് ഹോസ്റ്റലിൽ എല്ലാം പോയോ? പേടി വരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് തയാങ്കിനെ വിളിക്കുമ്പോഴേക്കും തയാങ്കിന്റെ ഫോൺ സ്വിച്ച് ഓഫ് എന്നും കൂടെ കേൾക്കുമ്പോഴേക്കും ജിമിന് ഭയങ്കര പേടിയാ. ഇതെന്താ സ്വിച്ച് ഓഫ് എന്ന് കേൾക്കുന്നത്? ഇനി അവൻ ഹോസ്റ്റലിൽ പോയോ? ഫോണിൽ ചാർജ് ഇല്ലേ? എന്തായാലും ഹോസ്റ്റലിലോട്ട് പോവാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജിന്നാണെങ്കിൽ നേരെ വന്നിട്ട് കാർ എടുത്തിട്ട് ഹോസ്റ്റലിലോട്ട് പോവാണ്. ഹോസ്റ്റലിലാണെങ്കിൽ ജിമിൻ കണ്ണു തുറക്കുക. ജങ്കുക്ക എന്ന് പറഞ്ഞ് നേരെ എഴുന്നേറ്റ് റൂമിലും ബാത്റൂമിലും ഒന്നും നോക്കുമ്പോ ഒന്നും ജെക്കെ ഇല്ല. അവിടുന്ന് പതുക്കെ നടന്ന് യോങ്കിയുടെ മുറി വരും. യോങ്കി
ഓപ്പൺ ചെയ്യാൻ നോക്കുമ്പോൾ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, ലോക്കാണ്. അപ്പോഴേക്കും ജിമിന് മനസ്സിലാവും ജെക്കും യോങ്കിയും കൂടെ എവിടെയെല്ലാം പോയതായിരിക്കും, പുറത്തു പോയതാണ്, ഫുഡ് എല്ലാം വാങ്ങാൻ പോയതായിരിക്കും. നമുക്ക് തന്നെ ഫ്രഷ് ആകാന്ന് പറഞ്ഞിട്ട് നേരെ ജെക്കയുടെ റൂമിൽ വന്ന് ബാത്റൂമിലൊക്കെ പോയി ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഫോൺ എടുത്തിട്ട് ജെക്കനെ വിളിക്കുമ്പോഴേക്കും ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, എടുക്കത്തില്ല. ജങ്കുക്ക് എന്താ ഫോൺ എടുക്കാത്തത്? ഇത്ര നേരമായിട്ടും കാണുന്നില്ലല്ലോ. യോങ്കിനെ വിളിക്കാം. യോങ്കിനെ വിളിക്കുമ്പോ യോങ്കിയും ഫോൺ എടുക്കത്തില്ല. രണ്ടുപേരും ഫോൺ എടുക്കുന്നില്ലല്ലോ, രണ്ടുപേരും കൂടി ഇത് എവിടെ പോയി എന്നും പറഞ്ഞ് ജിമിനാണെ ഫോണിൽ കളിച്ച് ഇങ്ങനെ ജെക്കയുടെ ബെഡിൽ കിടക്കുകയാണ്. തയാങ്കാണെങ്കിൽ നേരെ വീട്ടിൽ വരും, ഭയങ്കര സാഡായിട്ടോ മുഖമൊക്കെ ഒരുമാതിരി ഡള്ളായിട്ട്, മുഖത്ത് സങ്കടമൊന്നും കാണാതിരിക്കാൻ വേണ്ടി ഒരുമാതിരി കണ്ണൊക്കെ തുടച്ച് സ്മൈലോട് കൂടി വന്ന് ഫോണുമ്പോൾ അടിക്കുമ്പോഴേക്കും മമ്മി വന്നിട്ട് ഡോർ ഓപ്പൺ ചെയ്യും. തയാങ്ക സർപ്രൈസ് ആണല്ലോ എന്ന് പറഞ്ഞ് ഓടി വന്ന് ഹഗ് ചെയ്യ മമ്മി എന്ന് പറഞ്ഞിട്ട് തയാങ്കും മമ്മിയുടെ തോളോട്ട് ഇങ്ങനെ കിടക്കും. ഇങ്ങനെ തോളോട്ട് കിടക്കുമ്പോഴേക്കും മമ്മിക്ക് മൊത്തത്തിൽ ഇവനെ കണ്ടതും എല്ലാം വെച്ചിട്ട് ഇവൻ എന്തോ സങ്കടം ഉണ്ടെന്ന് മനസ്സിലാവും. ഉണ്ണേനെ എഴുന്നേപ്പിച്ചിട്ട് കവിളിൽ ഇങ്ങനെ പിടിച്ചിട്ട് പറയും, എന്ത് പറ്റി തയാങ്ക, മുഖമൊക്കെ കണ്ടിട്ട് വല്ലാതിരിക്കുന്നല്ലോ, കോളേജിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതൊന്നുമില്ല മമ്മി. പിന്നെന്ത് പറ്റി? പെട്ടെന്ന് വീട്ടിലോട്ടൊരു വരവ്, വാമോനെ വാമോനെ എന്ന് പറഞ്ഞ് കിടന്ന് വിളിച്ചാലും വീട്ടിലോട്ട് വരില്ല, പെട്ടെന്ന് വന്നിരിക്കുന്നു. അതെന്താ മമ്മി, ഞാനിപ്പോ വീട്ടിലോട്ട് വന്നേണോ കുഴപ്പം? അതല്ലടാ, എന്താടാ തയാങ്ക, നീ ഹോസ്റ്റലിലൊക്കെ പോയി നിന്ന് നിന്റെ ക്യാരക്ടറൊക്കെ മാറി, നിനക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ടല്ലോ. എനിക്ക് ദേഷ്യമോ? എന്താ മമ്മി ഇത്? മമ്മി എനിക്ക് ശരിക്കും വയ്യ, എനിക്ക് പനിയാണെന്ന് തോന്നുന്നത്, ഞാൻ 2 ദിവസം വീട്ടിലോട്ട് വന്നത്. നമുക്ക് പിന്നെ സംസാരിക്കാം, ഞാൻ എന്തായാലും റൂമിൽ പോയി കുറച്ചു നേരം കിടക്കട്ടെ, നല്ല ടയേർഡ് ആയിട്ടുണ്ട്, വണ്ടിയിൽ ഇത്ര ദൂരം വന്നല്ലേ. ശരി, അവിടെ നിൽക്ക് മമ്മി, ഫുഡും കോഫിയൊക്കെ എടുക്കും. വേണ്ട മമ്മി, ഞാൻ ഇത്ര നേരം കിടന്നിട്ട് ഫ്രഷ് ആയിട്ട് താഴെ വരാം. മമ്മി എന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് വിളിക്കല്ലേ, ഞാൻ കുറച്ചു നേരം ഒന്ന് കിടക്കട്ടെ. ശരി, എന്തോ ഉണ്ട്, എന്നാലും നീ ഇപ്പൊ റൂമിൽ പോയി കിടക്കാൻ നോക്ക്, പിന്നെ പതുക്കെ സംസാരിക്കാം. ശരി മമ്മി, ലവ് യു മമ്മി, ലവ് യു മോനെ, പോയി കിടന്നു, ബായ് മമ്മി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തയാങ്കാണെങ്കിൽ പതുക്കെ സ്റ്റെപ്പ് കയറി മുകളോട്ട് പോവാണ്. നിന്നിട്ട് തിരിഞ്ഞു നിന്നിട്ട് പറയും, പിന്നെ മമ്മി ഞാനിവിടെ വന്നെന്ന് ജിന്നിനെ ഒന്ന് വിളിച്ചു പറഞ്ഞേക്ക്, എന്റെ ഫോണിൽ ചാർജ് ഇല്ല, ഓഫായി പോയി. പറഞ്ഞേക്കാം, ശരി മോനെ എന്ന് പറഞ്ഞിട്ട് തയാങ്ക നേരെ റൂമിലോട്ട് പോകും. ജിന്നാണെങ്കിൽ ഭയങ്കര ടെൻഷനായിട്ട് നേരെ താഴെ വന്ന് കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് പെട്ടെന്ന് എന്നോട് സ്റ്റെപ്പൊക്കെ കയറിയിട്ട് ജെക്കയുടെയും തയാങ്കിന്റെ റൂമിൽ വരുമ്പോഴേക്കും റൂം അടഞ്ഞു കിടക്കുന്നു. റൂമിട്ട് താങ്ക് തുറക്ക് താങ്ക് ഇത് കേൾക്കുമ്പോഴേക്കും ജിമിൻ ചാടി എന്നിട്ട് ഡോർ ഓർക്കും. പ്രൊഫസർ, ജിമിൻ നീയോ? തയാങ്കുണ്ടോ ഇവിടെ? തയാങ്ക ഇല്ലല്ലോ, തയാങ്ക് ഹോസ്റ്റലിൽ വന്നില്ലേ? അറിയില്ല പ്രൊഫസർ, ഞാൻ ഉറങ്ങുമായിരുന്നു, ഇപ്പൊ എഴുന്നേറ്റേ ഉള്ളൂ. റൂമിൽ വന്നോന്നറിയില്ല, ഞാനും ജെക്കെ മാത്രമേ ഉള്ളായിരുന്നു റൂമിൽ. ഇത് കേൾക്കുമ്പോഴേക്കും ജിന്നിന് ഭയങ്കര ഷോക്കാണ്. തയാങ്കിനെ റൂമിൽ വന്നിട്ട് ഇവനും ജെക്കെ മാത്രം ഉള്ളത് വല്ലതും കണ്ടോ? മൊത്തത്തിൽ പ്രശ്നമായി എന്ന് പറഞ്ഞിട്ട് ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുവാണ്. ജെക്കെ യോങ്കി എവിടെ? ജെക്കെ യോങ്കിയും കണ്ടില്ല, ഞാൻ വിളിച്ചായിരുന്നു, അവര് ഫോൺ എടുത്തില്ല. തയാങ്ക് ഇവിടെ വന്നോ? ഇനി അവരുടെ കൂടെ ഉണ്ടോന്ന് എങ്ങനെ അറിയാം? നീ അവരെ ഒന്ന് വിളിച്ചേ. തയാങ്കെ വിളിച്ചിട്ടാണ് കിട്ടുന്നില്ല, ഫോൺ ഓഫാ. എന്താ പ്രൊഫസർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ ഒന്ന് വിളിച്ചേ, ജെക്കിനെ യോങ്കിനെ വിളിച്ചിട്ട് തയാങ്ക് കൂടെ ഉണ്ടോന്ന് ചോദിച്ചേ. ശരി എന്ന് പറഞ്ഞിട്ട് ജിമ്മിനാണെങ്കിൽ ഫോൺ എടുത്തിട്ട് ജെക്കിനെ യോങ്കിനെ മാറി മാറി വിളിക്കുകയാണ്. അവരാരും ഫോൺ എടുക്കുന്നില്ല പ്രൊഫസർ. എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്തിട്ട് തയാങ്കിനെ വിളിക്കുക. തയാങ്കിനെ വിളിക്കുമ്പോഴെല്ലാം സ്വിച്ച് ഓഫ്. ഇവരിത് ഫോൺ ഓഫ് ആക്കി വെച്ചിട്ട് എവിടെ പോയി? ജിന്നിന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവും, അവനെന്തായാലും റൂമിൽ വന്നിട്ടുണ്ട്, ഇവരെ കണ്ടിട്ടുണ്ടാവും, അതുകൊണ്ട് അവൻ സങ്കടപ്പെട്ട് എവിടെയെങ്കിലും പോയതായിരിക്കും എന്ന് മനസ്സിലാവട്ടെ. ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് വിളിച്ചോണ്ടിരിക്കുവോ. ഏത് സമയത്താണോ അവൻ ഒറ്റയ്ക്ക് എത്തിയിട്ട് ബാറി പോകാൻ തോന്നിയത്? ഇവനിത് എവിടെ പോയി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തുടർച്ചയായിട്ട് വിളിച്ചോണ്ടിരിക്കുമ്പോഴേക്കും കറക്റ്റ് തയാങ്കിന്റെ മമ്മി ജിന്നിനെ വിളിക്കും. ഹലോ മമ്മി, ജിനു തയാങ്ക് വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ, നിന്നോട് പറയാൻ പറഞ്ഞു. സമാധാനമായി മമ്മി, ഞാൻ അവനെ കോളേജിലും ഹോസ്റ്റലിലെല്ലാം തപ്പി നടക്കുക, ഞാനിപ്പോ അവന്റെ റൂമിൽ നിൽക്കുവാണ്, അവനെ കാണാഞ്ഞിട്ട്. വന്നതും ഭയങ്കരമായിട്ട് മുഖം വെറുപ്പിച്ച് സങ്കടപ്പെട്ടിട്ടാ വന്നത്. നേരെ റൂമിൽ തന്നെ കയറി കഥ അടിച്ചിട്ട് വിളിക്കല്ലോ മമ്മി, ഞാൻ താഴെ ഇറങ്ങി വന്നോളാന്ന് പറഞ്ഞു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ കോളേജിൽ? അവൻ ആരോടെങ്കിലും പിണങ്ങി വന്നതാണോ? മമ്മി ഒന്നുകൊണ്ടും പേടിക്കണ്ട, അവന്റെ അടുത്ത് ഒന്നും ചോദിക്കാൻ നിൽക്കണ്ട, ഞാനുമായിട്ട് പിണങ്ങി വന്നതാ. എക്സാമിന്റെ റിസൾട്ട് വന്ന് മാർക്ക് ഭയങ്കര കുറവാണ്, ഞാൻ ശരിക്കും വഴക്ക് പറഞ്ഞു, ബാക്കിലത്തെ സീറ്റിൽ നിന്ന് പിടിച്ച് ഫ്രണ്ടത്തെ സീറ്റ് ഇരുത്തി. അങ്ങനെ വഴക്കൊക്കെ പറഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരൻ പിണങ്ങി വന്നേയായിരിക്കും, എന്നോടൊന്നും പറഞ്ഞൊന്നുമില്ല. എനിക്ക് തോന്നി, ജിനുവിനെ വിളിച്ച് പറഞ്ഞേക്കെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ടോന്ന്. സാറിയില്ല മമ്മി, ഞാൻ അങ്ങോട്ട് വരാം. ശരി മോനെ, നീ എന്തായാലും വാ. 1 മിനിറ്റ് മോനെ, ആരോ കോണിബെൽ അടിക്കുന്നുണ്ട്, ഞാൻ പോയി നോക്കട്ടെ. ശരി മമ്മി, ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ജിന്നാണ് കോള് കട്ട് ചെയ്യും. ജിമിൻ വിളിക്കണ്ട, കിട്ടി, തയാങ്ക് വീട്ടിലുണ്ട്. ശരി, എന്നാ ഞാൻ പോട്ടെ. പിന്നെ പ്രൊഫസർ, എന്താ ജിമിൻ, ഒരു ഹെൽപ്പ് ചെയ്യുമോ? എന്താ? എന്നെ ഒന്ന് ബസ് സ്റ്റോപ്പ് വരെ ഡ്രോപ്പ് ചെയ്യാവോ? അതിനെന്താവാ, നിനക്ക് എവിടെ പോനാ? എനിക്ക് വീട്ടിൽ പോനാ. അതിനെന്താവാ, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാം.
താങ്ക് യു പ്രൊഫസർ. അതൊന്നും സാരമില്ല, നീ വാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജിമ്മിനും ജിന്നും കൂടെ നേരെ കാറെടുത്ത് ജിമ്മിന്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴി രണ്ടുപേരും ഒന്നും മിണ്ടത്തില്ല. ഇങ്ങനെ മിണ്ടാതെ വരുന്നതുകൊണ്ട് ജിന്നിനൊരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് ജിന്നെ തന്നെ കയറി ചോദിക്കും, ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. നീയും ജെക്കെയും യൂങ്കിയൊക്കെ നല്ല ഫ്രണ്ട്സ് ആണല്ലേ? സീനിയേഴ്സ് ഒക്കെ ആയിട്ട് പെട്ടെന്ന് കമ്പനി ആയല്ലോ. അതെ. പിന്നെ ഫുഡ് കഴിച്ചേ? ഇല്ല, നമുക്കേതെങ്കിലും റെസ്റ്റോറൻറ്റ് കയറി ഫുഡ് കഴിച്ചിട്ട് പോയല്ലോ. അതൊന്നും വേണ്ട പ്രൊഫസർ, എന്റെ വീട് ഇവിടെ അടുത്തല്ല, എന്നെ വീട്ടിലോട്ടാക്കി മതി. ഓക്കെ ശരി എന്ന് പറഞ്ഞ നേരെ ജിമ്മിന്റെ വീട്ടിൽ ചെല്ലും. ജിമ്മിന്റെ വീടെന്ന് പറയുന്നത് ഭയങ്കര കൊട്ടാരം പോലത്തെ ഒരു വീടാണ്, വലിയ വീടാണ്. ഇത് കണ്ടിട്ട് ജിന്നാണെങ്കിൽ ഭയങ്കര ഷോക്കാവും. ഏതാ നിന്റെ വീട്? ഇത് പാർക്ക് ഇൻഡസ്ട്രിയിലെ മുതലാളിയുടെ വീടല്ല? പാർക്ക് ജിമിൻ. വാട്ട്? പാർക്ക് ജിമിൻ, ഞാൻ പാർക്കിന്റെ സണ്ണാണ്. ഓ മൈ ഗോഡ്, നീ ഇത്രയ്ക്കും പണക്കാരനാണോ? പക്ഷെ അതിന്റേതായ ജാടയൊന്നും നിനക്കില്ലല്ലോ. എന്തിന് പ്രൊഫസർ, പണം എന്ന് പറയുന്നത് ബിസിനസ്. ഇപ്പൊ നാളെ പൊട്ടിയ കാശെല്ലാം പോകും. ആ കാശ് കണ്ടോണ്ട് ഒരുറപ്പുമില്ലാത്ത ഈ കാശ് കണ്ടോണ്ട് ഞാനതിനെ വെറുതെ അഹങ്കരിക്കുന്ന. ഗുഡ് ബോയ്, ഞാൻ വിചാരിച്ച പോലെ ഒന്നുമല്ല, നിന്റെ ക്യാരക്ടർ വളരെ നല്ലതാണ്. താങ്ക് യു പ്രൊഫസർ. എന്തായാലും വീട് വരെ വന്നല്ലേ, വീട്ടിൽ കയറിട്ട് പോകും. ഇല്ല, എനിക്ക് തയാങ്ങിന്റെ അടുത്ത് പോകണം. ഒന്ന് കയറിട്ട് പോകും പ്രൊഫസർ, ബാ എന്ന് പറഞ്ഞിട്ട് ജിമ്മിൻ കാറിൽ നിന്ന് ഇറങ്ങി ഭയങ്കരമായിട്ട് ജിന്നിനെ നിർബന്ധിച്ച് വീട്ടിൽ കൊണ്ടുവരും. ആ വീട് തന്നെ കാണണം, ഭയങ്കര വലിയ വീടാണ്, നിറച്ചും ജോലിക്കാര്. ജിമ്മിൻ വന്നതും ജിമ്മിന്റെ ബാഗ് വാങ്ങിച്ചോണ്ട് പോകാൻ ഒരാൾ അതായത് ജിമിൻ വേണ്ട ഞാൻ നിങ്ങളോട് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്, ഇത് എന്റെ ബാഗല്ല, ഇവിടെ വരെ ഞാൻ കൊണ്ടുവന്നാണെങ്കിൽ ഈ റൂമിലോട്ട് കൊണ്ടുപോകാൻ എനിക്ക് അറിയത്തില്ല, നിങ്ങളൊക്കെ നിങ്ങളുടെ ജോലി പോയി ചെയ്യും. നീ ഗുഡ് ബോയ് ആണല്ലോ. അങ്ങനെയൊന്നുമില്ല പ്രൊഫസർ, ഓൾറെഡി ഞാൻ കോളേജിലൊക്കെ കറങ്ങി അടിച്ച് ഹാപ്പി ആയിട്ടല്ലേ വരുന്നത്. അവരാണ് രാവിലെ തൊട്ട് ഇവിടെ ജോലി ചെയ്ത് ബുദ്ധിമുട്ടിക്കോ, പിന്നെ എന്റെ ഈ ജോലിയും കൂടെ അവർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ട് വന്നിട്ട് ഹാളിരുത്തും. വലിയൊരു ഹാളാണ്. ആ ഹാളിന്റെ നടുക്കായിട്ടൊരു സോഫ ഇങ്ങനെ ഇട്ടിരിക്കുക. ഇരിക്കെ. പിന്നെ പ്രൊഫസർ എന്റെ റൂമിലോട്ട് വരുന്നു. നിന്റെ റൂമിലോ? ഞാനെന്തിനാ നിന്റെ റൂമിൽ എത്താൻ? ഞാനില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം. ശരി, അവിടെ ഇരിക്കുക, ഞാൻ ഈ ജോലിക്കാരെ പറഞ്ഞുവിടാവേ. ഞാനൊന്ന് പോയി ഫ്രഷ് ആയിട്ട് വരാം. ശരി ജിമിൻ നേരെ അടുക്കള ചെന്നിട്ട് ജോലിക്കാരെ കണ്ടു പറയാം, വന്നത് എന്റെ പ്രൊഫസറാണ്, കഴിക്കാൻ ഫുഡ് കൊടുക്കുന്ന പറയും. അവരാണെങ്കിൽ ഇഷ്ടം പോലെ ഫുഡും ജ്യൂസും കാര്യങ്ങളെല്ലാം ടേബിളെ കൊണ്ട് വെക്കും. ഇതെല്ലാം കൂടെ കണ്ടിട്ട് ജിന്നിന് പേടിയാ. ഇത് എനിക്ക് ഒരാൾക്ക് വേണ്ടിയാണ്. കഴിക്ക് പ്രൊഫസർ, ജിമിൻ മോന്റെ പ്രൊഫസർ അല്ലേ? ശരി എന്ന് പറഞ്ഞിട്ട് ജിന്നാണെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചുറ്റിനും നോക്കിക്കാണും. വലിയ വീട്, ഭയങ്കര വെട്ടവും കാര്യങ്ങളൊക്കെ. ആ വീടിന്റെ ഒരു ഭിത്തിയിൽ നിറച്ചിങ്ങനെ ജിമ്മിന്റെ കൊച്ചിലത്തെ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം ഇരിക്കുകയാണ്. ജിമ്മിൻ നേരെ സ്റ്റെപ്പ് കയറി റൂമിലോട്ട് പോകും. ജിൻ ആ സമയത്ത് പതുക്കെ ഈ ഫോട്ടോസൊക്കെ നോക്കി അവിടെ നിന്ന് എഴുന്നേറ്റ് ഫോട്ടോസിന്റെ ഒക്കെ അടുത്ത് വരുമ്പോഴേക്കും തനിയെ ചിരി വരും. കൊച്ചിലത്തെ ജിമ്മിന്റെ കോലവും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് വരുമ്പോഴേക്കും കൂട്ടത്തിലാണെങ്കിൽ ജെക്കെയും ജിമ്മിനും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ, അതും കോട്ടൊക്കെ ഇട്ടിട്ട്. ഇത് കണ്ടതും ഭയങ്കരമായിട്ട് ജിന്ന് ഷോക്കായിട്ട് ജോലിക്കാരോട് ചോദിക്കും, ഇതാരാ? ഇത് കുക്കിമോനല്ലേ? കുക്കിമോനോ? ഈ ഫോട്ടോ ഇത് എൻഗേജ്മെന്റിന് എടുത്ത ഫോട്ടോ അല്ലേ? എൻഗേജ്മെന്റ്? ഒരു 3 വർഷം മുമ്പ് ജിമിൻ മോന്റെ എൻഗേജ്മെന്റ് ആയിരുന്നു, അന്നെടുത്ത ഫോട്ടോ. കുക്കിമോനെ അറിയോ? നിങ്ങളുടെ കോളേജിലല്ലേ പഠിക്കുന്നത്? ജങ്കുക്ക്. അതെ, ഞങ്ങളെല്ലാരും കുക്കിന്നാ വിളിക്കുന്നത്. 3 വർഷം മുമ്പ് എൻഗേജ്മെന്റാ? 3 വർഷം മുമ്പ് എൻഗേജ്മെന്റ് കഴിഞ്ഞ ജിമിൻ മോന്റെ 3 മാസം കൂടെ ഉള്ളു വെഡിങ്ങിന്. അതല്ല ഞങ്ങളെല്ലാം ഭയങ്കരമായിട്ട് ജിമിൻ മോന്റെ പുറകെ നടക്കുന്നത്. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ മോൻ ഇവിടുന്ന് പോകത്തില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടം ജിമിനെയാ. ഭയങ്കര പാവമാണ്, അതുകൊണ്ട് ജിമിൻ മോൻ പോകുക നോക്കുമ്പോ ഒരു സങ്കടം. 3 മാസം കഴിയുമ്പോ കല്യാണമോ? എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? എനിക്കും തയാങ്കിനും അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. തയാങ്ക് പറഞ്ഞിട്ടുള്ളത് വെച്ചിട്ട് ജെക്കെക്ക് ജിമിനെ കോളേജ് വരുമ്പോഴേ അറിയത്തുള്ളൂ എന്നല്ല പറഞ്ഞത്. എന്തൊക്കെയായി നടക്കുന്നത്? ഇനി ഇവരെല്ലാം കള്ളം പറയുവാണോ? അത് പിന്നെ ഞാൻ പോവാ. ജിമ്മിൻ വരുമ്പോഴേക്കും ഞാൻ പോയി, അത്യാവശ്യമായിട്ടൊരു കോൾ വന്നുകൊണ്ട് പോയി എന്ന് പറഞ്ഞേക്ക്. ഓക്കെ ബൈ. ഫുഡ് കഴിക്കുന്നില്ല സാർ? കുഴപ്പമില്ല, ഇനി വരുമ്പം കഴിക്കാന്ന് പറയട്ടോ. ഓക്കെ ബൈ. അത്രയ്ക്ക് അത്യാവശ്യം ആയതുകൊണ്ടാ. ബൈ പറഞ്ഞിട്ട് ജിന്നാണെങ്കിൽ അവിടെ നിന്ന് നേരെ എന്നെ കാർ എടുത്തോണ്ട് പോരുന്ന വഴിയിലെല്ലാം ജിന്നിന് ഷോക്കും ടെൻഷനും ഒക്കെയാണ്. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? ജിമ്മിനും ജെക്കയും കൂടെ എൻഗേജ്മെന്റോ? 3 വർഷം മുമ്പ് അറിയാവോ? എന്നിട്ട് പിന്നെന്തിനാ ഇവര് കോളേജ് വെച്ച് ഇതൊക്കെ അഭിനയിക്കുന്നത്? എന്തായാലും തയാങ്കിനോട് ഇതൊക്കെ പറയാന്ന് പറഞ്ഞിട്ട് നേരെ തയാങ്കിന്റെ അടുത്തോട്ട് വന്നോണ്ടിരിക്കുകയാണ്. ഇവിടെ മമ്മിയാണെ കോണിബെൽ സൗണ്ട് കേട്ട് നേരെ പോയി ഡോർ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ജെക്കെ, യൂങ്കി, എന്ത് പറ്റി ഇന്ന് എല്ലാവർക്കും? ഞാൻ കിടന്ന് എത്ര വിളിച്ചാലും വീട്ടിലോട്ട് വരത്തില്ല. ഇന്നിപ്പം ഫ്രണ്ട്സും തയാങ്കും എല്ലാരും വന്നിട്ടുണ്ടല്ലോ. അത് പിന്നെ മമ്മി തയാങ്ക് വന്ന് മോളുണ്ട്. അവൻ പെട്ടെന്ന് പിണങ്ങി ഇങ്ങോട്ട് പോകുന്ന കാര്യമൊന്നും അറിയില്ല. അതാ ഞങ്ങള് പുറകെ ടെൻഷനായിട്ട് വന്നത്. യൂങ്കി മിണ്ടാതിരിക്കണം. മിണ്ടാതിരിക്കാനൊന്നും പറയണ്ട, കാര്യമല്ല ഞാൻ അറിഞ്ഞു. അവനും ജിനും തമ്മിൽ എന്തോ ഒരു പ്രശ്നം. ജിന് വഴക്ക് വരണമെന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് വന്ന് ഡോറടച്ച് കുറ്റിയിട്ട് മോളിരിക്കുക. വന്നപ്പോ റൂമിൽ കയറിയത്, ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല.
ജിന്നുമായിട്ട് പിണങ്ങിയതാണോ? അത് അവർ രണ്ടും എപ്പോഴും അങ്ങനെ. ജിന്നു എന്തെങ്കിലും പറഞ്ഞാൽ അവന് ഭയങ്കര സങ്കടം. അത്രയ്ക്ക് ഇഷ്ടമാണല്ലോ അവന് ജിന്നിനെ. ഇത് കേട്ടതും ജെക്കെ യോഗി ഷോക്കായിട്ട് പരസ്പരം നോക്കും. മമ്മിക്ക് ജിന്നിന്റെ കാര്യമൊക്കെ അറിയാവോ? ഉണ്ടാതിരിക്കടാ. മമ്മി എന്നാ ഞങ്ങൾ തേങ്ങയുടെ അടുത്തോടെ ചെല്ലട്ടെ. ചെല്ലും. പിന്നെ രണ്ടുപേരോടൊന്ന് നിന്നേ. എന്താ മമ്മി? ഇന്ന് എന്തായാലും തിരിച്ച് ഹോസ്റ്റലിൽ പോകണ്ട, ഇവിടെ നിന്നാ മതി. എപ്പോഴും ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വരത്തില്ലല്ലോ. നിങ്ങൾ എങ്ങനെ വരാനാ? നിങ്ങളെ കൊണ്ടുവരേണ്ട ആൾ ഇങ്ങോട്ട് വരത്തില്ലല്ലോ, പിന്നെ എങ്ങനെ? അതുകൊണ്ട് ഇന്ന് ഇവിടെ നിന്നിട്ട് പോയാൽ മതി. മമ്മി ഫുഡൊക്കെ ഉണ്ടാക്കാം. ശരി മമ്മി, ഞങ്ങൾ തേങ്ങനെ ഒന്ന് കാണട്ടെ. ചെല്ല് മുകളിലത്തെ റൂമിലുണ്ട്. ശരി മമ്മി എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ സ്റ്റെപ്പ് കയറി പോവാണ്. പോകുമ്പോ ഇവർക്കാണെങ്കിൽ ഷോക്കാണ്. സ്റ്റെപ്പ് കയറുന്നതിന്റെ സൈഡില് ഭിത്തിയില് മൊത്തം ജിന്നും ദയാങ്കും തമ്മിലുള്ള ഫോട്ടോയാണ്. ജിന്നും ദയാങ്കും പപ്പയും മമ്മിയും പിന്നെയും ജിന്നും ദയാങ്കും ഹക്ക് ചെയ്ത് അവിടെ നിൽക്കുന്ന കുറെ പിക്കുകൾ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം കൂടെ കണ്ടിട്ട് ജെക്കെക്കാണ് കലി വന്നിട്ട് യൂങ്കി കണ്ട് എനിക്ക് തോന്നുന്നു ഇവരുടെ റിലേഷൻഷിപ്പ് ഒക്കെ വീട്ടിലെല്ലാവർക്കും അറിയാന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ ഇത്രയും കാഷ്വൽ ആയിട്ട് പിക്കൊക്കെ ഇങ്ങനെ ഭിത്തി വെക്കത്തില്ലല്ലോ. അറിയത്തില്ല. എന്തായാലും ഇതിനൊക്കെ ഇന്ന് ഞാനൊരു തീരുമാനം ഉണ്ടാക്കും. എന്താ ഇവരുടെ റിലേഷൻ ആണെങ്കിൽ എന്തുകൊണ്ടാണ് താങ്കൾ നമ്മുടെ അടുത്ത് പറയാത്തത്? ഇന്ന് അവരുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ സ്റ്റെപ്പ് കയറി വരുവാണ്. ഇതേ സമയത്ത് നമ്മുടെ തയാങ്കാണെങ്കിൽ വീട്ടില് ഭയങ്കര ഷോക്കായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ജിമിനെയും ജെക്കിനെയും കണ്ട കാര്യമൊക്കെ ഓർത്തിട്ട് എന്തിനാ നമ്മളിനി അതൊക്കെ ഓർക്കുന്ന? അതൊക്കെ ഒരു സ്വപ്നമായിട്ട് മറക്കാം, അതാ നല്ലത്. അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവർ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കട്ടെ. നമ്മുടെ മൈൻഡല്ലേ മാറ്റേണ്ടത്. നമുക്ക് വിധിച്ച് ജെക്കിയല്ലാന്ന് എനിക്ക് തോന്നുന്നത്. വെറുതെ ഇങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞ് അതൊന്നും വേണ്ട. ഒരുമാതിരി മടുപ്പായി തുടങ്ങി എല്ലാത്തിനോടും. ഇങ്ങനെ കരഞ്ഞ് ജെക്കിയുടെ പുറകെ നടന്ന് ജെക്ക് ഇഷ്ടമാണെന്ന് പോലും അറിയാതാവാം. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ് നടക്കുന്നു. ഇതൊന്നും വേണ്ട. 2 ദിവസം വീട്ടിൽ നിന്നിട്ട് കോളേജ് ചെലവഴിക്കും. പഴയ തയാങ്കായിട്ട് യോങ്കിയും ജെക്കെ ആയിട്ട് എങ്ങനെ ഫ്രണ്ടായിട്ട് നിൽക്കുന്നു, ജെക്കെ ആയിട്ടൊരു ഫീലിങ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള തയാങ്ക് എങ്ങനെയാണോ അതുപോലെ തന്നെ പോവാം. എന്നാലേ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എങ്കിലും കാണത്തുള്ളൂ. എന്തിനാ വെറുതെ ഈ മനസ്സ് കേൾക്കത്തില്ലല്ലോ. എങ്ങനെയെങ്കിലും മനസ്സിനെ കൊണ്ട് ഇതെല്ലാം പറഞ്ഞ് സമ്മതിപ്പിക്കണം. വല്ലാതങ്ങ് വേദന എടുക്കുന്നു. ഇല്ല, മനസ്സേ ഇല്ല. ഇനി ഞാൻ കരയത്തില്ല. എന്റെ കണ്ണ് ഭയങ്കര ടയർഡായി. നീ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഇനി എന്റെ കണ്ണിന് കരയാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ തന്നെ താൻ എന്തൊക്കെയോ പിച്ചുമ്പയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജെക്കെയും യോങ്കിയുടെ റൂമിലോട്ട് വരുന്നത്. തയാങ്ക് ഡോറോ തുറക്കടാ. യോങ്കി വന്നോ? എന്ന് പറഞ്ഞ് ചാടി എന്നിട്ട് ഡോർ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ഭയങ്കര ഷോക്ക്. ജെക്കെ കലിപ്പിച്ച് നോക്കുന്നു, യോങ്കി ചിരിച്ചുകൊണ്ട് നോക്കുന്നു. ജങ്കുക്ക, യോങ്കി എന്താടാ മീരെ പറയാതെ പോന്നത്? അത് പിന്നെ ജങ്കുക്ക വാ, രണ്ടുപേരും കയറി വാ. ജെക്കെനെ യോങ്കിനെയും കണ്ടപ്പോഴേക്കും ഭയങ്കര ഹാപ്പി. കാരണം ഇനിയും പഴയ പോലെ ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കാന്നല്ലേ തീരുമാനിച്ചത്. എന്തോ ഭയങ്കര സങ്കടമായിട്ടിരുന്ന ഇവരെ കണ്ടപ്പോഴേക്കും ഭയങ്കര ഹാപ്പി ആയിട്ട് വരുമ്പോഴേക്കും ജെക്കെയാണ് ഭയങ്കര കലിപ്പാ. എന്താ നീ ഞങ്ങളോട് പറയാതെ ഇങ്ങോട്ട് വന്നത്? നിന്നെ കാണാതെ നിനക്കെന്താ പറ്റിയെന്നറിയാം. ഞങ്ങൾ എന്തുമാത്രം ബുദ്ധിമുട്ടിയെന്നറിയോ? റോഡ് മൊത്തം തപ്പി കിടക്കുമായിരുന്നു. പിന്നെ നമ്മുടെ ജൂനിയർ പിള്ളേർ ഹോസ്റ്റലിന്റെ സൈഡിൽ നിന്നപ്പോൾ അവരാ പറഞ്ഞത് നീ ടാക്സി വിളിച്ച് പോകുന്നു. അപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായത് നീ വീട്ടിലോട്ട് പോകാന്ന്. എന്തിനാ നീ പറഞ്ഞത്? ഉറങ്ങിക്കിടന്ന് എന്നെ വന്നിട്ടാണ് യോങ്കി വിളിച്ചെടുത്തിക്കൊണ്ട് വന്നത്. എത്ര വട്ടം നിന്നെ ഫോൺ ചെയ്ത്? നീ എന്താ ഫോൺ ഓഫ് ആക്കി വെച്ചിരിക്കുന്നത്? ജങ്ക ഫോൺ ഓഫ് ആക്കി വെച്ചല്ല, ചാർജ് ഇല്ലാതെ ഓഫായി പോയതാ എന്ന് പറഞ്ഞിട്ട് ജെക്കെയാണ് പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് നോക്കുമ്പോൾ ജിമ്മിന്റെ നിറച്ച് മിസ് കോള്. ജിമ്മി വിളിച്ചല്ലോ. ഇതെന്താ ലോക്ക് കഴിയുന്നില്ലല്ലോ. ഹേയ് ജെക്കെ, നിന്റെ കയ്യിലിരിക്കുന്ന എന്റെ ഫോണാ. യോങ്കി പറഞ്ഞ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് നോക്കുമ്പോഴേക്കും യോങ്കിയുടെ കയ്യിരിക്കുന്നത് ജെക്കയുടെ ഫോണാ. എടാ അത് പിന്നെ നമ്മുടെ തെർത്തിക്ക് റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മാറിപ്പോയതായിരുന്നു. ശരി. എന്നാ നിന്റെ ഫോണിൽ ചാർജ് ഇല്ല. ജിമ്മി നിന്നെ കുറെ നേരം കിടന്ന് വിളിച്ച്. എടാ അത് പിന്നെ അവൻ എഴുന്നേറ്റപ്പോഴേ നമ്മൾ രണ്ടുപേരും റൂമിൽ കണ്ടില്ലല്ലോ, അതായിരിക്കും. എന്നാ അവനെ വിളിച്ചിട്ട് നീ പറഞ്ഞേക്ക് നമ്മള് താങ്ങിന്റെ അടുത്ത് വന്നു. ഫോണിൽ ചാർജ് ഇല്ലടാ, കുത്തിയിടാം, ഇങ്ങോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് യോങ്കി എന്ത് ചെയ്യും, നേരെ താങ്ങിന്റെ ഫോൺ ഇരിക്കുന്നിടത്ത് ഇവരുടെ ഫോണും കൊണ്ട് വെച്ചിട്ട് കുത്തിയിടും. 3 പേർക്കും ഒരേ മോഡൽ ഫോണാണ്, അതുകൊണ്ടാണ് അവരുടെ ഫോൺ മാറിപ്പോയത്. ജെക്കെ ഉടനെ ഭയങ്കര കളിപ്പായിട്ട് താങ്ങനെ നോക്കിട്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ നീ കാര്യം പറ, നീ എന്തിനാ കരഞ്ഞോണ്ട് ഹോസ്റ്റലിൽ നിന്ന് പോകുന്നത്? ഇത്ര അത്യാവശ്യമായിട്ട് നിനക്ക് വീട്ടുകാരുടെ കാര്യം എന്താ? കഴിഞ്ഞ 3 വർഷമായിട്ട് നീ വീട്ടിലോട്ട് വന്ന് 1-2 തവണ. ഇവിടുന്ന് മമ്മി കിടന്ന് വിളിച്ചാൽ പോലും നീ വരത്തില്ല. വെക്കേഷന് വീട്ടിൽ പോകാന്ന് ഞങ്ങൾ പറഞ്ഞാൽ പോലും പോകത്തില്ല. നീ ഇത്ര പെട്ടെന്ന് കരഞ്ഞോണ്ട് വീട്ടിൽ വരണമെങ്കിൽ എന്തോ ഒരു കാര്യം ഉണ്ടല്ലോ. എന്താ കാര്യം? അത്രയ്ക്ക് നിനക്ക് സങ്കടമായിട്ടുള്ള കാര്യം നിന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയ ഞങ്ങളുടെ പോലും ഷെയർ ചെയ്യത്തില്ല. ഫ്രണ്ട്സ് ആയിട്ട് ഇനി കാണാന്ന് താങ്കൾ പറഞ്ഞെങ്കിലും ജെക്കയുടെ വായിന്ന് ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് കേൾക്കുമ്പോഴേക്കും താങ്കിന് ഒരുമാതിരി സങ്കടമാണ്. ഒന്നും മിണ്ടാതെ സൈലന്റ് ആയിട്ട് ജെക്കനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് മനസ്സില് ഫ്രണ്ട്സാ ജങ്കുക്ക, എനിക്ക് നിന്നെ ഫ്രണ്ടായിട്ട് കാണാനേ പറ്റുന്നില്ല. അതാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. നീ കാരണം ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് ഞാൻ നിന്നോട് പറയട്ടെ. ഇത് മനസ്സിലിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നും മിണ്ടാതെ ഇങ്ങനെ നോക്കി തന്നെ നിൽക്കുന്ന കാണുമ്പോൾ യോങ്കിക്കാണെങ്കിൽ ദേഷ്യം വരും. എന്താ ഞങ്ങൾക്ക്
നീ എന്തായിരുന്നു കരഞ്ഞോണ്ട് ഇങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ട് പോകുന്നത്? എന്താ പ്രശ്നം എന്ന് വെച്ചാൽ റൂമിൽ എന്ന് പറഞ്ഞ റൂമിൽ എന്താ പാമ്പിനെല്ലാം കണ്ടോ? നീ പേടിച്ച് കരഞ്ഞു പറയാനായിട്ട്. ഇത് കേട്ടതും ജേക്കാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിരിയാ വരുന്നത്. യോങ്കി എന്തുവാടാ ഇത്? ഏറ്റില്ലേ? ഭയങ്കര പോറായിപ്പോയി. അത് ആ പാമ്പിന്റെ ഡയലോഗ് ചീഞ്ഞ് നാറിയടാ. ഒത്തില്ല. ഞാനത് ഫണ്ണായിക്കോട്ടെ എന്ന് വെച്ചിട്ട്. ഓ, ഫണ്ണൊക്കെ അവിടെ നിൽക്കട്ടെ. നീ അധികം ഫോൺ എടുത്തോണ്ട് പുറത്തു എന്നിട്ട് ജിമിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറ. അവൻ ഒറ്റയ്ക്ക് ഹോസ്റ്റലല്ലേ, വീട്ടിലോട്ട് പോക്കളാൻ പറ, ടാക്സി വിളിച്ച്. ശരി ചെല, നീ പോയി ജിമിനെ വിളിക്കേ, ഞാൻ തായങ്ങനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ. ശരി എന്ന് പറഞ്ഞിട്ട് യോങ്കി എന്ത് ചെയ്യും, ഫോൺ എടുത്തോണ്ട് നേരെ ജിമിനെ വിളിക്കാനായിട്ട് റൂമിൽ നിന്ന് പുറത്തു പോയതും ജേക്കയുടെ സ്വഭാവമൊക്കെ അങ്ങ് മാറും. പറ തായക്ക്, എന്താ നിന്റെ പ്രശ്നം? നീയും പ്രൊഫസറും തമ്മിൽ എന്താ റിലേഷൻ? പ്രൊഫസറും ഞാനും തമ്മിൽ എന്ത് റിലേഷൻ? ഒരു റിലേഷനും ഇല്ല. ഇത് പറഞ്ഞിട്ട് പതുക്കെ നടന്ന് തയങ്കിന് ക്ലോസ് ആയിട്ട് അടുത്ത് വന്നോണ്ടിരിക്കുകയാണ്. തയങ്കിനാണെങ്കിൽ ജെക്കി അടുത്തടുത്ത് വരുന്നതനുസരിച്ച് പേടിയായിട്ട് പതുക്കെ പുറകോട്ട് മാറിയിട്ട് ഭിത്തി വന്നിങ്ങനെ ഇടിച്ചു നിൽക്കും. കഴിഞ്ഞ ഇരുന്നീ എവിടോട്ട് പോകും എന്ന് പറഞ്ഞ് നേരെ 2 കൈ എടുത്ത് അപ്പുറം ഇപ്പുറം ഇങ്ങനെ വെച്ചിരിക്കുക. നടുക്കാണെങ്കിൽ തയങ്ക് പേടിച്ച് ജെങ്കൊക്കെ ഇതെന്ത് വെച്ച് ഇത്രയും ക്ലോസ് ആയിട്ടൊക്കെ വരുന്നല്ലോ. പറഞ്ഞു, നീയും പ്രൊഫസറും തമ്മിൽ എന്താ റിലേഷൻഷിപ്പും? ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഞാൻ കണ്ടായിരുന്നു, ഭിത്തി മൊത്തം നിങ്ങളുടെ ഫോട്ടോ ആണല്ലോ. വീട്ടിലെ മമ്മിക്കും പപ്പയ്ക്കും ഒക്കെ നല്ലപോലെ അറിയാമെന്ന് തോന്നുന്നു, അവരുമായിട്ടും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഫോട്ടോസ്. എന്താ സത്യം പറഞ്ഞു, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താ? നിന്റെ ബോയ് ഫ്രണ്ട് ആണോ? ജിങ്കുക്ക, നീ എന്തായി ചോദിക്കുന്നത്? എന്റെ ബോയ് ഫ്രണ്ടോ? എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളോട് പറഞ്ഞ എന്താ? അതാണ് ഞാനും ചോദിക്കുന്നത്. നിനക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞ എന്താ? അത് തന്നെയല്ല, താഴെ വന്നപ്പോൾ മമ്മി എന്താ പറഞ്ഞെന്നറിയോ? നീ കരഞ്ഞു വന്നത് പ്രൊഫസർ നിന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടാണ്. മാർക്ക് കുറഞ്ഞതിന് നിന്നെ വഴക്ക് പറയുന്നതിന് കരഞ്ഞു പോരുന്ന ക്യാരക്ടർ അല്ലല്ലോ എന്റെ തയാങ്കിന്റെ. അത് മമ്മിയോടൊപ്പം നിങ്ങൾ എന്തിനാ കള്ളം പറഞ്ഞു? അപ്പൊ നിങ്ങൾക്കിടയിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾക്കിടയിൽ എന്ത് പ്രശ്നം? ഞങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നം വരാനാ? എന്നാ പിന്നെ പറ, നീ കുറച്ച് നാളായിട്ട് ഭയങ്കര വിയേർഡായിട്ട് പെരുമാറുന്ന എന്തിനാ? പിന്നെ യോങ്കി പറഞ്ഞല്ലോ, നീ ഇടയ്ക്കെപ്പോഴും ആരോടോ എന്തോ ഫീലിങ്സ് ഉണ്ട് എന്ന് യോങ്കിയോട് ചോദിച്ചെന്ന്. എനിക്ക് ഫീലിങ്സ് ഉണ്ടെന്ന് ചോദിച്ചെന്ന്? നിനക്കെന്നല്ല, നിന്റെ ഏതോ ഫ്രണ്ടിനാന്നും പറഞ്ഞ് നീ ചോദിച്ചെന്ന്. അതെന്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയായിരുന്നു. ഏതോ ഫ്രണ്ട്? അത് നിനക്കെങ്ങനെ അറിയാനാ എന്റെ ഫ്രണ്ട്സിനൊക്കെ? സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴുള്ള ഫ്രണ്ട്. ഓ അങ്ങനെ. അതുകൊട്ടാ നീ എന്തിനായിരുന്നു ഇന്ന് ഇത്ര പ്രശ്നമൊക്കെ ഉണ്ടാക്കി കരഞ്ഞ് വീട്ടിലോട്ട് വന്നു? അത് തന്നെയല്ല, രാവിലെ ഞങ്ങള് കോളേജ് വരുമ്പോഴും നീ കരഞ്ഞോണ്ടിരിക്കും. നിന്നെ പ്രൊഫസർ പ്രപ്പോസ് ചെയ്ത? പ്രപ്പോസലാ? ജിനുവാ? എന്നെയോ? ഞങ്ങൾ വരുമ്പോ നിന്റെ കൈ പൊക്കിയൊക്കെ ഉണ്ടോ, നീ ഹക്ക് ചെയ്ത് ഭയങ്കരമായിട്ട് കരയോ? നിങ്ങൾ രാവിലെ കോളേജ് വന്നു? ഞങ്ങളെ കണ്ടായിരുന്നു. നീ ഹഗ് ചെയ്ത് കരയുന്നതും കണ്ട്, അവൻ നിന്നെ ഹഗ് ചെയ്ത് വിളിച്ചോണ്ട് കാർ കയറി പോകുന്നതും കണ്ട്. ഞങ്ങൾ നിന്നെ കുറെ തവണ വിളിച്ചായിരുന്നു, നീ ഫോൺ എടുത്തില്ല. ഓ, അങ്ങനൊക്കെ സംഭവിച്ചായിരുന്നു? സംഭവിച്ചായിരുന്നു. അത് കഴിഞ്ഞും കുറെ കാര്യങ്ങളൊക്കെ സംഭവിച്ചു. നീ വരുമ്പോ ഹാപ്പി ആയിട്ട് അതൊക്കെ പറയാന്ന് വെച്ചിരിക്കുവായിരുന്നു. നിന്നെ പോലെ അല്ലല്ലോ ഞാൻ. എനിക്കെന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടെങ്കിൽ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയും. ഓ, നിന്നെ പോലെ അല്ല ഞാൻ. ശരിയാ, എനിക്കെന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടെങ്കിൽ അയാളോട് തുറന്നു പറയാൻ പോലും എനിക്ക് പറ്റത്തില്ല. നീ അങ്ങനല്ലല്ലോ. ഞാൻ നിന്നെ പോലെ അല്ല. എനിക്കെന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടെങ്കിൽ ഞാനത് അവരോട് പറയാൻ ശ്രമിക്കും, അല്ലെങ്കിൽ അവരെ സ്വന്തമാക്കാനെങ്കിലും ശ്രമിക്കും. അല്ലാതെ നിന്നെ പോലെ മനസ്സിൽ വെച്ചോണ്ട് നടക്കത്തില്ല. എനിക്ക് ആരോട് ഫീലിങ്സ് ഒന്നും ഇല്ല. ഞാനൊന്നും മനസ്സിൽ വെച്ചോണ്ട് നടക്കുന്നുമില്ല. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിന്റെ പ്രൊഫസർ വന്നപ്പോ തൊട്ട് നീ ഒന്നും മനസ്സിൽ വെച്ചോണ്ട് നടക്കുന്നില്ലെന്ന്. ജങ്കുക്ക, ഇപ്പൊ നിനക്ക് എന്താ വേണ്ടത്? ഞാനായിട്ട് വഴക്കിടണം? നീ ആയിട്ട് വഴക്കൊന്നും ഇടണ്ട. അതിനല്ലല്ലോ ഞാൻ ഈ രാത്രി നിന്നെ തപ്പി ഇവിടം വരെ വന്നത്. നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെട്ട് നടക്കുന്നതെന്നൊക്കെ എനിക്കറിയണം, അത്രേ ഉള്ളൂ. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോ യോങ്കി എന്താ പറഞ്ഞെന്നറിയോ? യോങ്കി എന്താ പറഞ്ഞെന്ന് പറയാതെ എങ്ങനെ അറിയാനാ? ഓഹോ, തയാക്ക് നിനക്ക് ഈ ഇടയായിട്ട് ഭയങ്കര അഹങ്കാരം. ആരെ കണ്ടിട്ടാ? ആ പ്രൊഫസറെ കണ്ടിട്ടാണോ? ജിങ്കുക്ക ഒന്ന് നിർത്തൂ. പ്രൊഫസർ നിനക്ക് എന്തോ വേണ്ടത്? ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിന്നോട് പറയും. ഓ, അപ്പം ഇനി ഉണ്ടാകും. ജിങ്കുക്ക, ഞാൻ ആ മീനിങ്ങിലല്ല പറഞ്ഞത്. നിനക്കിപ്പോ എന്താ വേണ്ടത്? നീ കാര്യം ചോദിക്കും. ഞാൻ ചോദിക്കുന്നതിനൊന്നും നീ മറുപടി പറയുന്നില്ലല്ലോ. നീ ചോദിക്കും, ഞാൻ പറയാം. ഇങ്ങോട്ട് വന്നപ്പോ യോങ്കി എന്താ പറഞ്ഞെന്നറിയോ? എന്താ പറഞ്ഞിട്ട് ചെക്കാനെ പതുക്കെ ക്ലോസ് ആയിട്ട് തയങ്ങനെ എടുത്തോട്ട് വരും. തയങ്ങനാണ് പേടി വന്നിട്ട്, എന്താ ജങ്കുക്ക ക്ലോസ് ആയിട്ട് വരുന്നു? അടങ്ങി അവിടെ നിക്കടാ. ഇങ്ങോട്ട് വന്നപ്പം യോങ്കി എന്താ പറഞ്ഞെന്നറിയോ? നീ റൂമിൽ വന്നപ്പം എന്നെയും ജിമിനെയും കണ്ടിട്ട് സങ്കടപ്പെട്ട് നീ കരഞ്ഞു പോകുന്നതായിരിക്കും. ഇത് കേട്ടത് തയാങ്ക് ഭയങ്കര ഷോക്കായിട്ട് ഇങ്ങനെ ജേക്കനെ തന്നെ നോക്കിയിരിക്കുകയാണ്. എന്ത്? നിന്നെയും ജിമിനെയും കണ്ടിട്ട് ഞാനെന്തിനാ ഷോക്കാവുന്നത്? ഞാനെന്തിനാ സങ്കടപ്പെട്ട് ഇങ്ങോട്ട് വരുന്നത്? ഇത് തന്നെ ഞാനും യോങ്കിയോട് ചോദിച്ചത്. പിന്നെ ഇങ്ങോട്ട് വരുന്ന വഴി മൊത്തം ഞാൻ അത് ആലോചിച്ചോണ്ടിരുന്നു. നിന്റെ പല സമയത്തെയും പെരുമാറ്റം എന്റെ മനസ്സിൽ കുറെ ഡൗട്ട് തോന്നിയിട്ടുണ്ട്. നിന്നോട് അതൊക്കെ ചോദിക്കണം എന്ന് വിചാരിക്കും. പിന്നെ
ഇനി എനിക്ക് വല്ലതും തെറ്റ് സംഭവിച്ചാണെങ്കിലോ? എന്തായാലും ഇനി അത് മനസ്സിൽ വെച്ചോണ്ടിരിക്കണ്ട. ഇപ്പൊ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ ഇവിടെ. ചോദിക്കാനായിട്ട് സാഹചര്യം കിട്ടിയില്ല, ഇപ്പൊ നല്ല സാഹചര്യം ഉണ്ട്. ചോദിക്കട്ടെ? എന്താ ശങ്കുക്ക ഒരുമാതിരി സംസാരിക്കുന്നത്? പ്രത്യേകിച്ചൊന്നുമില്ലടാ, ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് കാര്യം ചോദിക്കാം. നിനക്ക് എന്നോട് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോ? ഫ്രണ്ടിന് മോളിൽ ഇത് കേട്ടതും തയാങ്ക് ഷോക്കായിട്ട് ഇങ്ങനെ ജെക്കിനെ നോക്കി നിൽക്കുക. അല്ല, ഇനി എനിക്ക് തോന്നുകയാണോന്ന് അറിയത്തില്ലല്ലോ. നിന്റെ പല സമയത്തെ പെരുമാറ്റം, ഞാൻ ജിമിനുമായിട്ട് ക്ലോസ് ആകുമ്പോൾ നിന്റെ ഒരു എക്സ്പ്രഷൻ എല്ലാം കൂടെ ആലോചിച്ചിട്ട് എനിക്കെന്തോ അങ്ങനെ തോന്നി. നിനക്ക് എന്നോട് എന്തോ ഫീലിങ്സ് ഉള്ള പോലെ ആണോ? നിനക്ക് എന്നെ എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോ? പറയടാ, എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോ എന്നോട്? തയാങ്ക പറ, ഉണ്ടോ? ഫീലിങ്സ് ഉണ്ടോ? ഇങ്ങനെ ജെക്കാണ് ഫീലിങ്സ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന കേൾക്കുമ്പോഴേക്കും തയാങ്കിനാണെങ്കിൽ സങ്കടവും ദേഷ്യവും എല്ലാം കൂടെ വന്നിട്ട് കണ്ണൊക്കെ നിറഞ്ഞു ഒരുമാതിരി ഇങ്ങനെ നിൽക്കുകയാണ്. ഉണ്ട്, എനിക്ക് ഇതിനൊരു ഫീലിങ്സ് ഉണ്ട്. എന്തേ, മതിയായി നിനക്ക്? ഇപ്പോഴെന്നല്ല, കുറേ നാളായി തുടങ്ങിയിട്ട്. നിന്നോട് പറയാന്ന് വിചാരിച്ചാൽ അതങ്ങനെ നീ ഫ്രണ്ട് എന്ന് പറഞ്ഞ് നടക്കുമല്ലേ. ഇന്നലെ വന്ന ജിമിന്റെ മനസ്സ് നിനക്കറിയാം. ഇത്രയും വർഷം കൂടെ നടന്ന എന്റെ മനസ്സ് നിനക്കറിയത്തില്ല. ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? എങ്ങനെയെങ്കിലും ഇഷ്ടമാണെന്ന് പറയാം, എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടോ എന്ന് പറയാന്ന് വിചാരിക്കുന്ന അന്ന് കള്ളു കുടിച്ചോണ്ട് വരും, അല്ലെങ്കിൽ ജിമിനെ കാണുമ്പോൾ ഉടനെ ജിമിന്റെ പുറകെ പോകും. ഞാൻ പിന്നെ എങ്ങനെ പറയാനാ എന്റെ മനസ്സിലുള്ള ഫീലിങ്സ്? എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഒത്തിരി ഇഷ്ടമാണ്. എന്തിന്? ജിമിനെന്നല്ല, ഈ ലോകത്ത് ആർക്കും വേണ്ടി നിന്നെ വിട്ടുകൊടുക്കാൻ എനിക്ക് ഇഷ്ടമില്ല. നീ എന്ന് എന്റെ കൂടെ കാണണം. നമ്മൾ തമ്മിലൊരു നല്ലൊരു ലൈഫ്, എപ്പോഴും മരണം വരെ ഒന്നിച്ച് പരസ്പരം മനസ്സിലാക്കി വഴക്കുണ്ടാക്കി സ്നേഹിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകണമെന്നാണ് എന്റെ ആഗ്രഹം. ഇതൊക്കെ നിന്നോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിനക്ക് ജിമിനെ അല്ല നിനക്ക് ഇഷ്ടം, അല്ലാതെ ജിമിന്ന് നീ എന്നോട് തന്നെ വന്ന് പറഞ്ഞു. നിന്നോട് ഞാനെങ്ങനെ എന്റെ മനസ്സിലുള്ള ഫീലിങ്സ് പറയുന്നത്? സത്യത്തിൽ ഉണ്ടല്ലോ, നീ ജിമിന്റെ പുറകെ നടക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും. എന്നെ പിടിച്ച് നല്ല ഇടി തന്നാലോ എന്ന് ആലോചിക്കും. ഒരു സൈഡിൽ സങ്കടം വരും. എന്താണ് ഇവൻ എന്നെ മനസ്സിലാക്കാത്തത്? ഒരിക്കൽ പോലെ നീ ജിമിന്റെ കൂടെ പോകുമ്പോൾ ഒന്ന് തിരിഞ്ഞ് എന്നെ നോക്കിയ എന്റെ മുഖം കാണുമ്പോഴേ നിനക്ക് മനസ്സിലാവും എനിക്ക് നിന്നോട് ഫീലിങ്സ് ഉണ്ടെന്ന്. അങ്ങനെ നീ തിരിഞ്ഞ് ഒരു ദിവസമെങ്കിലും നോക്കിയിരുന്നെങ്കിൽ ഇപ്പൊ നീ എന്നോട് വന്ന് ചോദിക്കത്തില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് തയങ്ക് ഭയങ്കര സങ്കടവും കലിപ്പായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇവനിങ്ങനെ കുറെ നേരം ഒന്നും മിണ്ടാതെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന കാണുമ്പോഴേക്കും ജയിക്ക് എന്താടാ പറ, നിനക്ക് എന്നോട് ഫീലിങ്സ് ഉണ്ടോ? ഇങ്ങനെ ഒന്നും മിണ്ടാതെ നോക്കി മനസ്സിലെന്തോ ആലോചിച്ചോണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ പറയടാ, നിനക്ക് എന്നോട് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോ? ഫീലിങ്സാ? എന്താ ജങ്കുക്ക നീ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ജസ്റ്റ് ഡൗട്ട്, അത് ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. അത് പിന്നെ ജങ്കുക്ക പറയടാ, നിനക്ക് എന്നോട് ഫീലിങ്സ് ഉണ്ടോ? ഉണ്ടോടാ? നീ പറഞ്ഞില്ലെങ്കിൽ നിനക്ക് എന്നോട് ഫീലിങ്സ് ഉണ്ടോന്ന് ഞാൻ തന്നെ നോക്കി. എങ്ങനെ? അതിനൊക്കെ ഒരു മാർഗമുണ്ട്. ഞാൻ തന്നെ കണ്ടുപിടിക്കണോ അതോ നീ ആയിട്ട് പറയണോ? ജങ്കുക്ക നമുക്ക് താഴോട്ട് പോകാം, മറിക്കേ. പറയടാ പറ എന്ന് പറഞ്ഞിട്ട് ജെക്കെ ആണെങ്കിൽ ഇങ്ങനെ ക്ലോസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും ടപ്പെന്ന് പറഞ്ഞു ഡോർ ഓപ്പൺ ചെയ്യും. രണ്ടുപേരും ഷോക്കായിട്ട് നോക്കുമ്പോൾ വന്നതാരാ? ജിന്നാണ്.